വാഗമൺ കൊച്ചുകരന്തിരിവിയിൽ വയോധികന്റെ ജനനേന്ദ്രിയം മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. 2 ദിവസം മുമ്പാണ് കൊച്ചുകരന്തിരിവി സ്വദേശിയായ തങ്കപ്പന്റെ ജനനേന്ദ്രിയം പൂർണ്ണമായും മുറിഞ്ഞ നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. തങ്കപ്പൻ ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ്. തങ്കപ്പന്റെ വീട്ടിൽ പോലീസും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി. കൊച്ചുകരിന്തിരിവിയിൽ വയോധികന്റെ ജനനേന്ദ്രിയം മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. 2 ദിവസം മുൻപാണ് കൊച്ചുകരിന്തിരിവി സ്വദേശിയായ തങ്കപ്പന്റെ ജനനേന്ദ്രിയം പൂർണ്ണമായും മുറിഞ്ഞ നിലയിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ഇയാളെ എത്തിച്ചത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. നായയുടെ ആക്രമണത്തിൽ ജനനേന്ദ്രിയം മുറിഞ്ഞെന്നായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ ആദ്യം അറിയിച്ചത്. എന്നാൽ ആയുധം കൊണ്ട് മുറിവേറ്റതാണെന്നും സൂചനയുണ്ട്. തങ്കപ്പൻ അബോധാവസ്ഥയിൽ തുടരുന്നതിനാൽ കേസ് അന്വേഷിക്കുന്ന വാഗമൺ പോലീസിനെ ഇതുവരെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. തങ്കപ്പന് പരിക്ക് പറ്റിയത് എങ്ങനെയെന്ന് വ്യക്തമല്ലാത്തതിനാൽ ഫോറൻസിക് സംഘം കൊച്ചുകരിന്തിരിവിലെ തങ്കപ്പന്റെ വീട് പരിശോധിച്ചു. സംഭവ സമയത്ത് മറ്റു ബന്ധുക്കളും വീട്ടിലുണ്ടായിരുന്നതായും സൂചനയുണ്ട്. ഇത് ദുരൂഹതയ്ക്ക് ആഴം കൂട്ടുന്നുമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി വാഗമൺ പോലീസ് ഈ വീട് നിരീക്ഷിച്ചു വരികയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.